അല്ലേ അതെന്താ ഈ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സിലൊക്കെ പാരച്യൂട്ട് കൊടുക്കാത്തത്? സാധാരണ ഫോർ സേഫ്റ്റിക്ക് അവിടെ ഓക്സിജൻ മാസ്ക് കൊടുക്കാറുണ്ട്, അതുപോലെ ലൈഫ് ജാക്കറ്റ്സ് കൊടുക്കാറുണ്ട്, പാരച്യൂട്ടും കൊടുക്കാമല്ലോ. എന്തുകൊണ്ട് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സിൽ പാരച്യൂട്ട് കൊടുക്കുന്നില്ല എന്നതിൻ്റെ സയൻസ് നമുക്ക് നോക്കാം. സാധാരണ ഈ സ്കൈ ജമ്പേഴ്സൊക്കെ ജമ്പ് ചെയ്യുന്നത് ഏകദേശം ഒരു 3000 അടി മുതൽ 10,000 അടി വരെ ഉയരത്തിൽ നിന്നായിരിക്കും. അതായത് 1 കിലോമീറ്റർ മുതൽ 3 കിലോമീറ്റർ വരെ ഉയരത്തിൽ നിന്ന്. ഇനി നല്ല എക്സ്പേർട്ടായ നല്ല പ്രോ ആയ സ്കൈ ജമ്പേഴ്സ് മാക്സിമം ഒരു 15,000 അടിക്ക് താഴെ വരെ ഉയരത്തിൽ നിന്നും ജമ്പ് ചെയ്യും. ഈ ഉയരത്തിലൊക്കെ ഈ അന്തരീക്ഷത്തിന്റെ പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിന്റെ പ്രഷറിന് സമമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്കൈ ജമ്പേഴ്സുമായി പോകുന്ന ഫ്ലൈറ്റ്സ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ എയർ പ്രഷറൈസ്ഡ് ചെയ്ത സിറ്റുവേഷൻസ് ആയിരിക്കില്ല ഉണ്ടാവുക. ടെമ്പറേച്ചറും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഈസി ആയിട്ട് നമുക്ക് സ്കൈ ജമ്പ് ചെയ്യാം. പക്ഷേ ഈ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സ് ഒക്കെ പോകുന്നത് 30,000 അടി 35,000 അടി ഉയരത്തിലൊക്കെയാണ്. ചിലപ്പോൾ ചില ഫ്ലൈറ്റ്സ് ഒക്കെ 40,000 അടി ഉയരത്തിൽ വരെ ഫ്ലൈ ചെയ്യാറുണ്ട്. അവിടുത്തെ എയർ പ്രഷർ എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് ഈ ഭൂമിയുടെ ഉപരിതലത്തിന്റെ പ്രഷർ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ അവിടുത്തെ താപനില അത് -50 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും അതിൻ്റെ റിസ്ക്. ഇനി ആ ഉയരത്തിൽ നിന്ന് ജമ്പ് ചെയ്തു എന്ന് തന്നെ വെച്ചോ, ഈ -50 ഡിഗ്രി സെൽഷ്യസ് താപനില, അതുപോലെ ആ ഉയരത്തിലുള്ള 20% ഓക്സിജന്റെ അളവ്, ഇതൊക്കെ കാരണം നമുക്ക് എങ്ങനെ മരിക്കും എന്നതിൽ മാത്രമേ ഡൗട്ട് ഉണ്ടാവൂ. ഫ്രീസ് ആയിട്ട് മരിക്കുമോ, കാർഡിയക് അറസ്റ്റ് വന്ന് മരിക്കുമോ, എങ്ങനെ വേണമെങ്കിലും മരിക്കാം. ഓക്സിജന്റെ അളവൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാലുസിനേഷനൊക്കെ വരും. നമുക്കൊരിക്കലും പ്രോപ്പറായിട്ട് എത്ര ട്രെയിനിങ് കിട്ടിയാൽ പോലും ഈ പാരച്യൂട്ട് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, നമുക്ക് പ്രഷറൈസ്ഡ് ആയ ഒരു സ്യൂട്ട്സ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, ഓക്സിജൻ മാസ്കും സ്യൂട്ട്സും. അതൊക്കെ വെച്ചിട്ട് ജമ്പ് ചെയ്തതിലുള്ള പ്രശ്നം എന്താ? ഈ ഫ്ലൈറ്റിന്റെ വിങ്സ് അതുപോലെ ടെയില് ഇതൊക്കെ വളരെ വലുതും ഷാർപ്പുമാണ്. ഉറപ്പായും ആ ഒരു ഉയരത്തിൽ വെച്ച് അത്രയും സ്പീഡിൽ പോകുന്ന ഈ ഫ്ലൈറ്റിൽ നിന്ന് ജമ്പ് ചെയ്താൽ നമ്മുടെ ശരീരം ആ വിങ്സിലോ ടെയിലിലോ ഒക്കെ തട്ടി പീസായി മാറും. ഇനി അതിൻ്റെ എൻജിൻ എങ്ങനെ സക്ക് ചെയ്തതിലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. അതൊക്കെ കൊണ്ട് തന്നെ ഈ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിൽ നിന്ന് ജമ്പ് ചെയ്യുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ഓൾറെഡി പറഞ്ഞല്ലോ, ഈ സ്കൈ ജമ്പേഴ്സ് ഒക്കെ മാക്സിമം 10,000 അടി ഉയരത്തിൽ നിന്നാണ് ജമ്പ് ചെയ്യുക എന്നത്. ആ സ്കൈ ജമ്പേഴ്സ് ജമ്പ് ചെയ്യുന്ന ആ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ജമ്പ് ചെയ്യാനുള്ള ഒരു രീതിയിലായിരിക്കും സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാകുക. അതായത് വളരെ വലിയ ഡോറായിരിക്കും, അവിടെ റാമ്പ് ചെയ്തിട്ട് നമുക്ക് ജമ്പ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടാകും. പക്ഷേ ഈ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിന്റെ ഡോറ് അങ്ങനെയൊന്നല്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ എമർജൻസി ഡോറ് ഉള്ളിലേക്ക് തുറക്കുന്ന രീതിയിലാണ്. ഈ 35,000 അടിയൊക്കെ ഉയരത്തിൽ പോകുന്ന ഈ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിന്റെ ക്യാബിൻ പ്രഷറൈസ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പുറത്തത്തെ പ്രഷർ വളരെയധികം കുറവാണ്, ഉള്ളിൽ ഹെവി പ്രഷറാണ് കമ്പയർ ടു ഔട്ട്സൈഡ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഡോറ് ഉള്ളിലേക്ക് തുറക്കാൻ പറ്റില്ല. ഇനി ഓക്കെ, വേഴ്സ്റ്റ് സിറ്റുവേഷൻ, ഈ ഇതിൻ്റെ വിൻഡോ തകരുകയോ റൂഫ് തകരുകയോ അങ്ങനെ ഉള്ളത്തെ പ്രഷറൊക്കെ പുറത്തേക്ക് പോവുകയും ഈ ഡോറ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുകയും ചെയ്തെന്ന് തന്നെ വെക്കുക. പക്ഷേ ആ പാനിക് സിറ്റുവേഷനിൽ ഓൾറെഡി ഈ സ്കൈ ജമ്പേഴ്സൊക്കെ 3-4 ആൾക്കാരാണ് ജമ്പ് ചെയ്യാറ്. ഓരോ പാരച്യൂട്ട് തമ്മിലും ഒരു നിശ്ചിത അകലം പാലിക്കണം. പക്ഷേ ഈ ഫ്ലൈറ്റിലൊക്കെ 200-400 ആൾക്കാരൊക്കെയാണ് ഉണ്ടാവുക. അവരൊക്കെ ആ പാനിക് സിറ്റുവേഷനിൽ ജമ്പ് ചെയ്യുമ്പോൾ ഉറപ്പായും ഈ അകലം പാലിക്കാൻ പറ്റില്ല. അതുപോലെ ഈ പാരച്യൂട്ടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയും ചുറ്റിപ്പണിയുകയും ഒക്കെ ചെയ്യും. അങ്ങനെ അത് വളരെ വലിയൊരു ആക്സിഡൻസ് ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. അതൊരു കാര്യം. ഈ പാരച്യൂട്ട് അങ്ങനെ എല്ലാവർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് പ്രത്യേകം ട്രെയിനിങ് ആവശ്യമുണ്ട്. ഈ ഫ്ലൈറ്റിൽ പോകുന്ന എല്ലാവർക്കും പാരച്യൂട്ടിന്റെ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. മറ്റൊരു പ്രധാന കാര്യമാണ് കോസ്റ്റ്. ഈ ഫ്ലൈറ്റ് ആക്സിഡൻസ് 2005 മുതൽ ഇതുവരെയുള്ള ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ഈ ഫ്ലൈറ്റ് ആക്സിഡൻസിന്റെ 62% ആക്സിഡൻസ് സംഭവിച്ചിരിക്കുന്നത് ഈ ടേക്ക് ഓഫിലും ലാൻഡിങ്ങിലുമാണ്. ആ സമയത്ത് നമുക്ക് പാരച്യൂട്ട് ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും നമുക്ക് ഈ 300 അടി 400 അടി ഉയരത്തിൽ നിന്നൊക്കെ ആയിരിക്കും ഈ ആക്സിഡൻസ് സംഭവിക്കുന്നത്. ഒരിക്കലും ആ പാരച്യൂട്ട് ഉപയോഗിച്ച് നമുക്ക് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റില്ല. ഫ്ലൈറ്റിലേക്ക് ഒരു ഭാരം കുറഞ്ഞ പില്ലോ കൊണ്ടുപോകണമെങ്കിൽ പോലും ഒരു 5 രൂപയുടെ ചിലവുണ്ട്. ഫ്ലൈറ്റിനടിക്കുന്ന പെയിന്റ്, അത്രയും തിന്നായ പെയിന്റ്, ആ പെയിന്റിന്റെ അളവ് കുറച്ചാൽ പോലും നല്ല രീതിയിൽ ഫ്യൂവൽ എക്സ്ട്രാ ഫ്ലൈറ്റിലേക്ക് എടുക്കാൻ പറ്റും. ആലോചിച്ച് നോക്കുക, വളരെ തിന്നായ പെയിന്റ്, അതിന് എത്ര ഭാരം ഉണ്ടാകും. അപ്പോൾ ആ പെയിന്റിന്റെ അളവ് കുറച്ചാൽ പോലും ഫ്ലൈറ്റിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. അപ്പോൾ ഒരാളെ താങ്ങാനുള്ള ഒരു പാരച്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു 7-8 കിലോ ഉണ്ടാകുമെന്ന് വിചാരിക്കുക. ഈ 7-8 കിലോ ഉള്ള പാരച്യൂട്ട്, 400ഓളം പാസഞ്ചേഴ്സ്, അപ്പോൾ എത്ര വെയിറ്റ് ആണ് നമ്മൾ എക്സ്ട്രാ ഫ്ലൈറ്റിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചിലവ് കൂടി നമ്മുടെ തലയിൽ വരും. അപ്പോൾ എന്താണ് അതിനൊരു സൊല്യൂഷൻ? ഫ്ലൈറ്റ് മൊത്തത്തിൽ പാരച്യൂട്ടിൽ ഡിപ്ലോയ് ചെയ്താൽ പോരെ? ഈ ബോയിങ് 747 ഫ്ലൈറ്റിലൊക്കെ 400 പാസഞ്ചേഴ്സ് ഒക്കെ ഉണ്ടാകും. ഈ പാസഞ്ചേഴ്സും അതുപോലെ ഫ്ലൈറ്റും എല്ലാം കൂടി മൊത്തം ഒരു 700 ടണ്ണൊക്കെ ഭാരമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ താങ്ങാനുള്ള പാരച്യൂട്ടുകൾ ഒരു 10-30 എണ്ണം വേണ്ടി വരും.
ഈ ഓരോ പാരച്യൂട്ടും ഓപ്പൺ ആകുമ്പോൾ അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഫുട്ബോൾ ഗ്രൗണ്ടോളം വരണം. ഇനി ഇത്രയും പാരച്യൂട്ടുകൾ ഒന്നിച്ച് ഒരു ഫ്ലൈറ്റിനെ താങ്ങി താഴേക്ക് വരിക എന്നൊക്കെ പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യാൻ? ഈ പാരച്യൂട്ടിൻ്റെ പരിപാടി നടക്കില്ല. ഇനി സമാന്തരമായിട്ട് മറ്റൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലൈറ്റിൻ്റെ ഭാരക്കൂടുതലുള്ള ഈ എൻജിൻ ഭാഗം, അതുപോലെ വിങ്സ്, ടെയിൽ എൻഡ്, ഇതൊക്കെ ഇതിൽ നിന്നും വേർപെട്ടിട്ട് ഇതിൻ്റെ ആൾക്കാരിരിക്കുന്ന ക്യാബിനും പൈലറ്റ് ഇരിക്കുന്ന ക്യാബിനും, ഇതിന് രണ്ടിനും മാത്രം പാരച്യൂട്ടിൻ്റെ സഹായത്തോടെ താഴേക്ക് വരിക എന്നൊരു സൊല്യൂഷൻ. പക്ഷേ അത് തിയറി മാത്രമേ ഉള്ളൂ, ഇതുവരെ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടില്ല. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള പുതിയ അറിവായിരുന്നെങ്കിൽ ഒരു സബ്സ്ക്രൈബും ഒരു ലൈക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോയുമായി കാണാം. അതുവരെ സൈനിങ് ഓഫ്.